നിലനിൽക്കുന്നൊരു രാജ്യത്ത് മതവിശ്വാസം തച്ചു തകർക്കാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് വിഭജിക്കാനായി വമ്പൽ കൊള്ളും നരേന്ദ്രമോദി അമിത് ഷാ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഈ രാജ്യം നമ്മുടെ രാജ്യം നമ്മളെല്ലാം ഇന്ത്യക്കാർ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നമ്മളിലില്ല വേർതിരിവ് അധികാരത്തിന് അഹങ്കാരത്താൽ എന്തുമാകാമെന്നൊരു മോഹം ഇല്ല നടക്കില്ല പാരത്രിക വിജയത്തിനായി വിശ്വാസി നൽകും സമ്പത്തിന് കവർന്നെടുക്കാം എന്നൊരു മോഹം വേണ്ട നരേന്ദ്രമോദി ഈ കളി സൂക്ഷിച്ചോ താക്കീത് ഭരണഘടന ഉറപ്പ് നൽകും അവകാശങ്ങൾ കവർന്നെടുത്ത് ഇന്ത്യൻ മണ്ണിനെ വിഭജിക്കാൻ മനുഷ്യ മനസ്സിനെ വിഭജിക്കാൻ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഈ രാജ്യം നമ്മുടെ രാജ്യം നമ്മളെല്ലാം ഇന്ത്യക്കാർ പ്രശ്നമോ ഒരു പാർട്ടിയുടെ പ്രശ്നമോ അല്ല. ഇത് രാജ്യത്തെ സമാധാനം കാക്ഷിക്കുന്ന, രാജ്യപുരോഗതി ആഗ്രഹിക്കുന്ന മുഴുവൻ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് ജനവിരുദ്ധ നിയമങ്ങൾ, ജനങ്ങളെ തമ്മിലടിക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരുന്ന എന്നതിനെ എതിർക്കുക എന്നുള്ളത് ഒരു സാമാന്യ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. നാം ആ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്. രാജ്യത്തെ പാർലമെന്റ്, ലോക്സഭയും രാജ്യസഭയും മുസ്ലിങ്ങളല്ല ഈ ബില്ലിനെ എതിർത്തത്. രാജ്യത്തെ മതേതര പാർട്ടികൾ, കോൺഗ്രസിന്റെയും മറ്റ് രാജ്യത്തെ മുഴുവൻ മതേതര ജനാധിപത്യ പാർട്ടികളും അവരുടെ MP-മാർ 16 മണിക്കൂറാണ് ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ചു കുലുക്കിയത്. ഇതിന് ഘോരഘോരം ഈ കാടൻ നിയമത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം പകരുന്ന കാര്യമാണ്. പല സ്ഥലത്ത് പോയിട്ട് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ആർക്കും മനസ്സിലാവുകയാണ്.
അപ്പൊ അവസാനം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് വക്കീലന്മാർ ഈ ബില്ലിനെ കുറിച്ചുള്ള സംഗതി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും പത്രത്തിൽ വായിച്ചിട്ടാവും. ആ പറഞ്ഞ കാര്യങ്ങളാണ് ആ ബില്ലിനെ ഏറ്റവും പ്രധാനമാണ്. ബില്ല് മുഴുവനും നമ്മൾ തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. വഖഫ് ബില്ല് നമ്മുടെ രാജ്യത്ത് വന്നത് എന്ന് വെച്ചാൽ സായിപ്പ് മരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വഖഫിനെ കുറിച്ചുള്ള നിയമം വരുന്നത്. നിയമം ഉണ്ടാക്കി വരുന്നത്. അതുവരെ ഖുർആനിലും സുന്നത്തിലും എങ്ങനെയാണോ വഖഫ് നിർവഹിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരുന്നു കോടതികൾ വഖഫ് കണ്ടിരുന്നത്. നമ്മളെ ഇരിക്കുന്ന കൂട്ടത്തിൽ ധാരാളം പൊന്നാനി വാസികളുണ്ടാവും, ഈ കൂട്ടായി വളർന്ന ഭാഗത്തുള്ള ആളുകളുണ്ടാവും. ആ ഭാഗങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിൽ കുറവാണ്. ആ ഭാഗങ്ങളിലൊക്കെ ഒരു പ്രത്യേകതരം ആധാരങ്ങൾ എഴുതുന്നത് അവനവൻ്റെ സ്വന്തം വീട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വഖഫ് എഴുതുന്നത് വഖഫ് ആധാരമെന്നാണ്. തുടർച്ചയായി നമ്മളെ പിന്തുടർച്ചക്കാർ ജീവിച്ചു പോകാൻ വേണ്ടി വഖഫ് എഴുതുക. ഒരു തരി പലരും എഴുതുമ്പോൾ ഒരു പൈസ പോലും അതിന് ധർമ്മവിഷയങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മതവിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഉണ്ടാവാറില്ല. അപ്പോൾ ഒരു വസ്തുവിനെ സ്ഥിരമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു രേഖകൾ എഴുതിയുണ്ടാക്കിയ ഞാൻ എനിക്ക് ശേഷം എൻ്റെ പെങ്ങന്മാരെ മക്കളും അങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി എഴുതുന്ന രേഖ. ഒരിക്കൽ പ്രിവി കൗൺസിൽ എന്ന് വെച്ചാൽ അക്കാലത്ത് മോശമായ സംഗതിയായി. എന്ന് വെച്ചാൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വഖഫ് ചെയ്യാൻ വയ്യ. ധാരാളം വസ്തുക്കൾ നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി മന്ത്രിമാരും രാജാക്കന്മാരും രാജകുടുംബങ്ങളും മുസ്ലിം പള്ളിക്ക് വേണ്ടിയും ഖബർസ്ഥാന് വേണ്ടിയും വസ്തുക്കൾ കൊടുക്കുന്നുണ്ട്. മുസ്ലിം പള്ളിക്ക് വേണ്ടിയോ ഖബർസ്ഥാനോ ഒരു അമുസ്ലിമായ ഒരാൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കണം. നമ്മൾ പണ്ടും സമ്മതിച്ചിട്ടില്ല, ഇനിയും സമ്മതിക്കാൻ പോയില്ല. ഞാനീ കാണുന്ന സംബന്ധം അതാണ് മനസ്സിലാക്കുന്നത്. 54 നിയമത്തിൽ അങ്ങനെ ഒരു നിയമം എഴുതിച്ചു. പക്ഷേ മദ്രാസ് ഗവൺമെൻറ്, അന്ന് നമ്മൾ മദ്രാശി ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. മദ്രാശി ഗവൺമെൻറ് എന്ത് ചെയ്തു വെച്ചാൽ അതിനൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു, അതിനകത്തൊരു മാറ്റം കൊണ്ടുവന്നു. മലബാറിൽ മദ്രാസ് സംസ്ഥാനത്ത് ആവാം, അങ്ങനെയാണ് നിയമം കൊണ്ടുവന്നത്. നമ്മളിപ്പോഴും അങ്ങനെ കൊണ്ടുവന്നു. 95-ലെ രണ്ടാമത് വഖഫ് ബില്ല് വന്നപ്പോൾ, 1995 രണ്ടാമത് വഖഫ് ബില്ല് വന്നപ്പോൾ ആർക്കും ഏത് ഇന്ത്യൻ പൗരനും വഖഫ് ചെയ്യാം. അത് മുസ്ലിം ആയാലും വിരോധമില്ല, അമുസ്ലിം ആയാലും വിരോധമില്ല എന്ന് കൊണ്ടുവന്നു. ഇപ്പം വന്ന അമെൻമെന്റിൽ വീണ്ടും അത് എടുത്തുകളാം. എന്ന് വെച്ചാൽ അമുസ്ലിമായ ഒരാൾക്ക് മുസ്ലിം പള്ളിക്ക് വേണ്ടി കൊടുക്കാനോ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കാനോ ഖബർസ്ഥാനം ഉണ്ടാക്കാനോ വഖഫ് ചെയ്യാൻ കഴിയില്ല. ധാരാളം ഒട്ടനവധി സ്ഥലങ്ങളിൽ അങ്ങനെ പള്ളികളുണ്ട്. കോട്ടക്കലെ അങ്ങാടിക്കകത്തൊരു പള്ളിയുണ്ടെന്നാണ് ഞാനൊരു കേസ് നടത്തുന്നുണ്ട്. കിഴക്കേ കോലം വസ്തു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിനൊരു വ്യത്യാസം വരാൻ പോകുന്നു. ഈ പുതിയ നിയമപ്രകാരം ആ പള്ളിക്കൊരു കുഴപ്പമുണ്ടാകാൻ പോകുന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു വകുപ്പിലും ആ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോയൊരു സംഗതി നിയമത്തിൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. വഖഫ് ബൈ യൂസർ ഇംഗ്ലീഷിലാണ് ഞാനീ പറഞ്ഞത്. എന്ന് വെച്ചാൽ സ്ഥിരമായി വഖഫായിട്ട് ഉപയോഗിക്കുന്നത്. കുറ്റിപ്പുറത്തെ പള്ളിക്ക് എനിക്ക് തോന്നിയില്ല, ഇവിടുത്തെ പഴയ പള്ളിക്ക് റെക്കോർഡ് തിരഞ്ഞു നോക്കിയാൽ കാണുന്നു. ഇവിടുത്തെ പള്ളികൾ മുത്തവല്ലി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് അതെ അദ്ദേഹം റെക്കോർഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ പറവണക്കാരനാണ്, യഥാർത്ഥത്തിൽ തിരുവുകാരനാണെങ്കിൽ പറവണ സ്വദേശി. അവിടുത്തെ പള്ളി റെക്കോർഡ്. അപ്പോൾ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ അപകടം അതാണ്.
ഞാൻ ഈ ബില്ലിൽ കണ്ട ഏറ്റവും വലിയ അപകടം അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതുതായി പല പള്ളികളും ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ വാങ്ങി വഖഫ് ചെയ്തിട്ടുണ്ട്, വസ്തുക്കൾ നേരിട്ട് വഖഫ് ചെയ്തിട്ടുണ്ട്, റിക്കാർഡ് പ്രകാരം അല്ലാതെ തന്നെ വഖഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്. റിക്കാർഡ് തപ്പിയാൽ കിട്ടും. ചിലപ്പോൾ ഒരു 10, 50, 60 കൊല്ലം അപ്പുറത്തേക്ക് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് റിക്കാർഡ് കൊണ്ടുവരാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ രേഖയില്ല. നമ്മൾ ഈ ഖബർസ്ഥാനമായിട്ട് കൊണ്ടു നടക്കുന്നത്, കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഖബർസ്ഥാനത്തിന് ഒരു ദിവസം രാവിലെ ചെന്ന് മയ്യത്ത് കബറടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം എന്തായിരിക്കും? അതാണ് ഇന്ത്യയിലുള്ള ഏറ്റവും പരമോത്ഥാനമായത്. പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തൊരു ദോഷമാണ്. നമ്മളാരും പലരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തൊരു ദോഷമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറവണ പള്ളിയിൽ ഉണ്ടാകുന്ന അവസ്ഥ ചോദിച്ചാൽ കിട്ടില്ല. Dr. N.K. Mohammed Memorial, MES Central School, Valancheri. Admissions for 2025-26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state-of-art labs. And for our tiny tots, our innovative House of Montessori offers hands-on learning. Explore a world of diverse CCA activities. Make the wise choice for your child's education.